ജോലികളെല്ലാം തീർത്തവൾ സുലോചന വരുന്നത് കാത്തിരുന്നു. പതിവില്ലാതെ എല്ലാ ജോലികളും തീർത്തിരിക്കുന്ന രേണുവിനെ കണ്ട് അവരുടെ നെറ്റി ചുളിഞ്ഞു. എന്തുപറ്റി? എന്തെങ്കിലും കാര്യത്തിന് സോപ്പിടാനാണോ? എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഫ്രഷായി വാ, ഞാൻ ചായ എടുക്കാം. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഗൗരവമുള്ള കാര്യമാണെന്ന് എന്നവർക്ക് മനസ്സിലായി. സുലോചന അകത്ത് പോയി ഫ്രഷായി വന്നു. രേണുക ചായ ഇട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി അവർക്കരികിലേക്ക് വന്നു. അമ്മ, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കണം. എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കരുത്. അവൾ മുഖപുരയോടെ സംസാരിച്ചു തുടങ്ങി. ഞാനിന്ന് KB പാലസിലേക്കാണ് പോയിരുന്നത്. നാളെ മുതൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പോവുകയാണ്. സുലോചന ഞെട്ടലോടെ അവളെ നോക്കി. പറ്റില്ല രേണു, നിനക്ക് വേറൊരിടത്തും ജോലി ശരിയാകാത്തത് കൊണ്ടാണോ വീണ്ടും അവിടേക്ക് തന്നെ പോകുന്നത്? ഞാൻ സമ്മതിക്കില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള വഴികളുണ്ട്. നീ പഠിച്ചൊരു ജോലി വാങ്ങ്. ദേഹം സഹായിച്ച് കടങ്ങളൊന്നുമില്ലല്ലോ. നിനക്കൊരു ജോലി കിട്ടിയാൽ ഉടനെ കല്യാണവും നോക്കാം. അതിനൊക്കെ ഉള്ളത് അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കിപ്പോൾ അവിടെ ജോലിക്ക് പോയേ പറ്റൂ. നീ ഒന്നും പറയേണ്ട രേണു. ആ കമ്പനി കാരണം എന്തുമാത്രം നാണക്കേടാണ് നിനക്കുണ്ടായിട്ടുള്ളത്. ഇത്രയും നാൾ നിൻ്റെ അച്ഛനെ ഇത്രത്തോളം തകർന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ആ നശിച്ച കമ്പനിയാണ്. നിന്നെ ഒരു തരിയെങ്കിലും വിശ്വാസമുണ്ടായിരുന്നേൽ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുമായിരുന്നോ? ഇനി നീ പുതിയ ആളാണ്, ചതിക്കുമോ എന്നറിയാൻ പറ്റില്ല എന്ന് ചിന്തിക്കാം. എന്നാലും നിന്നെ വിളിച്ചൊന്ന് ചോദിക്കാൻ പോലും ശ്രമിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ? ഒരു കാലത്തും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല രേണു. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ നിന്നെ ഇറക്കി കൊണ്ടുവന്നത്. അവർ കരഞ്ഞു തുടങ്ങി. രേണുകയും കരച്ചിൽ വന്നു. അവൾ അകത്തേക്ക് പോയി രജിസ്റ്റേർഡ് എടുത്തു കൊണ്ടുവന്ന് സുലുവിൻ്റെ കയ്യിൽ കൊടുത്തു. വായിച്ചു തീർന്നതും അവർ ആകെ തളർന്നു. രേണു, നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും വലിയ തുകക്ക് ആരോട് ചെന്ന് സഹായം ചോദിക്കും? ആരോട് ചോദിക്കാനമ്മേ? ആരെങ്കിലും തന്നാലും നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കും? അതുകൊണ്ടാണ് ഞാൻ നാളെ മുതൽ പോകുന്ന കാര്യം പറഞ്ഞത്. വേണ്ട രേണു, അത് വേണ്ട. നമുക്ക് ഈ വീട് ബാങ്കിൽ വെക്കാം. അമ്മയുടെ കുറച്ച് സ്വർണം ലോക്കറിലുള്ളത് കൂടി എടുക്കാം. എന്തായാലും നീ അവിടേക്ക് പോകേണ്ട. അമ്മ നേരത്തെ പറഞ്ഞില്ലേ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്ന്. ഈ വീട് പണയം വെച്ചാലും കയ്യിലുള്ള എല്ലാ സ്വർണം കൊടുത്താലും ഈ തുകയ്ക്ക് ആകില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അടക്കാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യും? അച്ഛൻ്റെ അധ്വാനമാണ് ഈ വീട്. ഇതൊന്നിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോകാം. അവരെന്നെ ഡിസ്മിസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ കേസ് പിൻവലിക്കട്ടെ. രണ്ടിലൊന്ന് തീരുമാനം അറിയുന്നത് വരെ ഞാൻ അവിടെ ജോലി തുടരും. അവിടെ എല്ലാവർക്കും നിന്നോട് ദേഷ്യമായിരിക്കും മോളെ. അവർ നിന്നെ ഉപദ്രവിക്കും. പിന്നെ കമ്പനിയിൽ നിന്ന് ആരോ ചതിക്കുണ്ടെന്ന് ഉറപ്പല്ലേ? അന്നതെല്ലാം നിന്റെ തയ്യിൽ കൊണ്ടുവച്ച് അവർ രക്ഷപ്പെട്ടു. വീണ്ടും നീ അവിടെ ജോലിക്ക് കയറുമ്പോൾ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അത് വേണ്ട രേണു. സുലോചന വേവലാതിയോട് പറഞ്ഞു. എന്നെ ഒന്നും ചെയ്യില്ല അമ്മ. എൻ്റെ സുരക്ഷ ഞാൻ നോക്കിക്കോളാം. ഇതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴിയുണ്ടോ? പപ്പേട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ഒരു തരത്തിലും ഇത് നഷ്ടപ്പെടുന്ന കാര്യം ചിന്തിക്കാനേ വയ്യ. ഈ വീടും സ്ഥലവും വിറ്റാൽ കൂടിയും അത്രയും തുക ആകില്ല. നിസ്സഹായയായി സുലോചനയ്ക്ക് സമ്മതിക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. രാത്രി കിടക്കാൻ നേരവും രേണു നാളെ എന്താകും എന്ന് ചിന്തിച്ച് വീർപ്പുമുട്ടി. സമാധാനത്തോടെ ഇരിക്കാൻ എന്തായാലും ആദിസ സമ്മതിക്കില്ല. പിന്നെ ഓഫീസിലുള്ളവർക്കും തന്നോട് പക ആയിരിക്കും. എല്ലാവരെയും അസിസ്റ്റ് ചെയ്യുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ല. അതും കൂടി പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് നേരിടാം. ഉറച്ച തീരുമാനത്തോടെ അവൾ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റ് രേണുക അമ്മയോടൊപ്പം ഓഫീസിലേക്ക് പോകാനിറങ്ങി. പലതവണ സുലോചന ആശങ്കയോടെ ചോദിച്ച് പോകണമോ എന്ന്. എന്നാൽ രേണുക ഉറച്ച തീരുമാനത്തിലായിരുന്നു. ഓഫീസിൻ്റെ വാതിൽ കടന്ന് അകത്തേക്ക് ചെല്ലും നേരം ആൾക്കാർ അവളെ ചുഴിഞ്ഞു നോക്കി. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അവൾ മുൻപത്തെ തൻ്റെ ക്യാബിനിലിരുന്നു. അപ്പോഴേക്കും സ്റ്റാഫ് വന്ന് അവളെ വിളിച്ചു. സ്ഥലം മാറ്റിയിട്ടുണ്ടെന്ന്. എവിടെയാണെന്ന് മനസ്സിലാകാതെ അവൾ അവരുടെ പിന്നാലെ പോയി. ക്ലീനിങ് സ്റ്റാഫിൻ്റെ മുറിയുടെ അടുത്തായി ഒരു ചെറിയ മുറി. അവിടെ ഒരു മേശയും കസേരയും ഇട്ടിട്ടുണ്ട്. അത് കണ്ടതും രേണുക ആകെ വല്ലാതായി. രാവിലെ പോലെയും അധികം വെളിച്ചമില്ലാത്ത മുറി. സാറിനെ കാണാൻ പറഞ്ഞു, എന്നിട്ട് ജോലിക്ക് കയറാൻ ആ വന്ന സ്റ്റാഫ് അവളോട് പറഞ്ഞിട്ട് പോയി. അവൾ തലയാട്ടി ആദ്യയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഡോറിൽ മുട്ടിയപ്പോൾ തന്നെ കമിൻ എന്ന മുഴക്കമുള്ള ശബ്ദം കേട്ടു. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അവളെ കണ്ടതും അവൻ്റെ മുഖത്തെ ഭാവം മാറി പുച്ഛിച്ചിരി വിരിഞ്ഞു. എങ്ങനെയുണ്ട് രേണുക മാഡം, പുതിയ ക്യാബിനൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇന്നു മുതൽ ഈ ഫ്ലോർ ക്ലീനിങ് ആണ് നിന്റെ പ്രധാന ജോലി. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ഈ ഓഫീസിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് അവിടെ ചെല്ലുമ്പോഴൊക്കെയും നീ ഓർക്കണം. ഇവിടുത്തെ ക്ലീനിങ് ചേച്ചിക്ക് പോലും അതിനേക്കാൾ സൗകര്യമുള്ള മുറിയുണ്ട്.
രാവിലെ വന്നാൽ ക്ലീനിങ്ങും മറ്റും കഴിഞ്ഞ് മറ്റുള്ള സ്റ്റാഫുകളുടെ അടുത്ത് നിൽക്കണം. അവർ എന്ത് പറയുന്നുവോ അത് ചെയ്യണം. മനസ്സിലായോ രേണുകയ്ക്ക്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എങ്കിലും തല കുലുക്കി അവൾ സമ്മതിച്ചു. പിന്നെ വൈകിട്ട് എക്സ്ട്രാ 2 മണിക്കൂർ കൂടി നിൽക്കണം. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞേ പോകും. 7 മണി വരെ. ആ സമയം കൊണ്ട് ഒന്നുകൂടി എല്ലായിടവും ക്ലീൻ ചെയ്യണം. മനസ്സിലായോ? സമ്മതമാണെങ്കിൽ നിനക്ക് തുടരാം. സമ്മതമാണ് സർ, അവൾ പതിയെ പറഞ്ഞു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്നാ പോയിക്കോ. തിരികെ നടക്കുന്നേരം നിറഞ്ഞു വന്ന കണ്ണുകൾ അവൾ തുടച്ചു കളഞ്ഞു. റൂമിലെത്തിയതും അങ്ങോട്ടേക്ക് വന്ന സൗമ്യയെ കണ്ടവൾ ചെറുതായി ചിരിച്ചു. എൻ്റെ കൊച്ചേ, നീ എന്തിനാ മോളെ ഇവിടെ വന്നത്? നരകിക്കാനാണോ? ഇന്നലെ വൈകിട്ടാണ് ഞാൻ കാര്യം അറിഞ്ഞത്. വിളിക്കാൻ നമ്പറൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞേനെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. എനിക്ക് വേറെ നിവർത്തിയില്ല ചേച്ചി. രേണുക കരഞ്ഞുകൊണ്ട് അവളോട് കാര്യം പറഞ്ഞു. എല്ലാം കേട്ട് വിഷമത്തോടെ സൗമ്യ നിന്നു. ആരെയും വിശ്വസിക്കരുത് മോളെ. ഇത്രയും പ്രശ്നമാകണമെങ്കിൽ ഇവിടെയുള്ള ആരോ ഇതിന് പിന്നിലുണ്ട്. ആദിമോനിപ്പോൾ വല്ലാത്ത അവസ്ഥയിലാണ്. മിക്കവാറും വീട്ടിൽ പോകാതെ ഇവിടെ തന്നെയാണ് പാവം. എത്ര സ്വപ്നം കണ്ടതാണെന്നോ ആ പ്രൊജക്റ്റ്. മോൾ അവനിൽ നിന്നും കുറച്ചകന്ന് നിൽക്കണം. എന്തെങ്കിലും പറഞ്ഞാൽ തിരികെ മറുപടി പറയരുത്. ആകെ പ്രാന്തിളകി നടക്കുവാണ്. എപ്പോഴും എല്ലാവരെയും വഴക്ക് പറയുന്നത് കേൾക്കാം. രേണുക തലയാട്ടി സമ്മതിച്ചു. എന്നോട് താഴെ ഫ്ലോറിൽ നിൽക്കാൻ പറഞ്ഞു. ഇനി മുതൽ രേണുക ഇവിടെയാണെന്ന് രാവിലെ പറഞ്ഞു. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. രേണുക നമ്പർ സേവ് ചെയ്തു വെച്ചു. സൂക്ഷിക്കണേ മോളെ. അതും പറഞ്ഞ് സൗമ്യ പോയി. രേണുക ക്ലീനിങ് സ്റ്റാഫിൻ്റെ യൂണിഫോം ധരിച്ച് പുറത്തേക്കിറങ്ങി. അവളെ ആ വേഷത്തിൽ കണ്ട ചിലരുടെ മുഖത്ത് സഹതാപമായിരുന്നു. മറ്റു ചിലർ പുച്ഛിച്ചു. എല്ലായിടത്തും ക്ലീൻ ചെയ്തു വന്നപ്പോഴേക്കും അവൾ തളർന്നു. അതിനിടയിൽ കോഫി വാങ്ങാനും ഫയൽസ് എടുത്തു കൊണ്ടുവരാനും കുറേ തവണ മറ്റു സ്റ്റാഫുകൾ പറഞ്ഞു വിട്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് കുറച്ചു നേരം വിശ്രമിക്കാൻ അവൾക്ക് സമയം കിട്ടിയത്. റൂമിൽ ചെന്നിരുന്നപ്പോൾ സുലോചനയുടെ കാൾ വന്നു. പരിഭ്രാന്തിയോടുള്ള സ്വരം. എത്ര തവണ വിളിച്ചു രേണു, എന്തേ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തിരക്കായിരുന്നമ്മ. ചിലരൊക്കെ മനഃപൂർവ്വം പണികൾ തരുന്നുണ്ട്. അന്നത്തെ ദേഷ്യം മനസ്സിൽ വെച്ച് പതിയെല്ലാം മാറും. ചിലരൊക്കെ എന്നോട് നന്നായി തന്നെ പെരുമാറുന്നത്. എനിക്ക് പേടിയായിട്ട് വയ്യ മോളെ. പേടിക്കണ്ട അമ്മ, എനിക്കൊന്നും വരില്ല. അവൾ അമ്മയെ സമാധാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു. പുറകിൽ ആരോ നിൽക്കുന്നത് തോന്നി അവൾ തിരിഞ്ഞു. ദീപ്തിയായിരുന്നു. അവളെ കണ്ടതും രേണുകയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു രേണുക. ഒരു ഉളുപ്പില്ലാതെ ഇങ്ങോട്ടേക്ക് നീ വരുമെന്ന് ഞാൻ കരുതിയില്ല. രേണുകയ്ക്ക് അടിമുടി വിറഞ്ഞു കയറി. ദീപ്തി മാഡം, എനിക്ക് എന്തിന് ഉളുപ്പ് വേണം? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഉളുപ്പ് വേണ്ടത് ആർക്കാണെന്ന് സ്വയം മനസ്സിലാക്കുക. ദീപ്തി മുന്നോട്ട് വന്ന് രേണുകയുടെ കയ്യിൽ പിടിച്ചു. എന്നെ എതിർത്ത് സംസാരിക്കാറായോ നീ? നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. അവൾ ആ കൈ കുടഞ്ഞെറിഞ്ഞു. എനിക്ക് അന്നത്തെ സംഭവത്തോടെ നന്നായി നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്. നിങ്ങളാരെയും വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. നിന്റെ നിരപരാധിത്വം തെളിക്കാനാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ദീപ്തി പുച്ഛിച്ചു. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. താമസിയാതെ തന്നെ നിങ്ങളുടെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും കരുതിയിരുന്നു. അതും പറഞ്ഞ് രേണുക വെളിയിലേക്ക് പോയി. ദീപ്തി രോഷത്തോടെ പല്ല് ഞെരിച്ചു. പുറത്തേക്ക് വന്ന രേണുക ഒരു നിമിഷം ആഞ്ഞു ശ്വാസം വിട്ടു. താൻ എന്തൊക്കെയാണ് അവരോട് വിളിച്ചു പറഞ്ഞത്? തനിക്കൊരു കാര്യവും തെളിയിക്കാനും ഒന്നിനും ആവശ്യമില്ല. അതുകൊണ്ടൊന്നും തൻ്റെ നഷ്ടം നികത്താനാകില്ല. ആദ്യയുടെ മുന്നിൽ നിരപരാധി എന്ന് തെളിയിച്ചിട്ട് തനിക്കൊന്നും നേടാനില്ല. ഇനിയൊന്നും പഴയ രീതിയിലാകാനും പോണില്ല. സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി. ഈ കേസ് കാരണമാണ് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ ഇങ്ങോട്ടേക്ക് വരില്ല. മുഖം അമർത്തി തുടച്ചവൾ മുന്നോട്ട് നടന്നു. ദീപ്തി ആകെ പരവേശത്തിലായി. രേണുകയ്ക്ക് എന്തെങ്കിലും അറിയാമോ? അതോ സംശയം മാത്രമേ ഉള്ളൂ? ദേവനോട് പറഞ്ഞാൽ അവൻ ഉറപ്പായും തന്നോട് ദേഷ്യപ്പെടും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചവൾ തല പുകഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വലിയ പണികൾ ഒന്നും രേണുകയ്ക്ക് വന്നില്ല. ഇനി സ്റ്റാഫ് എല്ലാം പോയി കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. പിന്നെ 2 മണിക്കൂർ എക്സ്ട്രാ എന്തെങ്കിലും വർക്ക്. രേണു സുലോചനയെ വിളിച്ച് കാര്യം പറഞ്ഞു. 7:30 വരെ നിൽക്കുന്നത് അവർ സമ്മതിച്ചില്ല. എന്നാൽ രേണുവിൻ്റെ നിർബന്ധം കാരണം സമ്മതിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. വീടിൻ്റെ മുന്നിലുമുണ്ട്. അതുകൊണ്ട് അവൾക്ക് പേടി തോന്നിയില്ല. മുൻപ് എവിടെ പോയാലും തിരികെ പത്മകുമാർ വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ മുന്നോട്ട് പോയല്ലേ പറ്റൂ. സ്റ്റാഫുകൾ എല്ലാവരും പോയി തുടങ്ങി. അതിനുശേഷമുള്ള ക്ലീനിങ് ആയിരുന്നു ശ്രമകരം. ചെയറുകൾ പിടിച്ച് എല്ലായിടത്തും ക്ലീൻ ചെയ്തു വന്നപ്പോഴേക്കും അവൾ തളർന്നു. പുറത്ത് നേരം ഇരുട്ടി തുടങ്ങി. ആദിയുടെ റൂമിൽ അവനുണ്ട്. മുൻപ് ഇതുപോലുള്ള സന്ദർഭങ്ങൾ അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു.
പെട്ടെന്ന് തന്നെ അവളത് ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു. അവൻ പുറത്തു വരുന്നത് വരെയും റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി അവൾ ഇരുന്നു. ദേഹവേദനയും ക്ഷീണവും കാരണം ആ ഇരിപ്പിൽ അവൾ മയങ്ങി തുടങ്ങി. ജോലിയൊക്കെ തീർത്ത് ആദ്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. മേശയിൽ തലവെച്ച് കിടക്കുന്ന രേണുവിനെ കണ്ടതും അവൻ ഒരു നിമിഷം നിന്നു. പിന്നെ അവളുടെ അടുത്തെത്തി മേശയിൽ ആഞ്ഞു തട്ടി. സ്ഥലകാല ബോധമില്ലാതെ രേണു ഞെട്ടി ഉണർന്നു. നിനക്ക് സംഭ്രമഞ്ചകട്ടിൽ ഞാൻ തരാം, കിടന്നുറങ്ങാം. സോറി സർ, ഞാൻ അറിയാതെ. ഞാൻ വർക്ക് കഴിഞ്ഞിറങ്ങുകയാണ്, നീയും പോയിക്കോ. അവൾ പെട്ടെന്ന് സമയം നോക്കി. 7 മണിയാകുന്നേ ഉള്ളൂ. അവൾ ആശ്വാസത്തോടെ റൂമിൽ പോയി ബാഗുമെടുത്ത് പുറത്തേക്കോടി. ആദ്യ കാറിൽ കയറിയിരുന്നതും അവൾ ബസ്സിൽ കയറി പോയിരുന്നു. ആ ബസ്സിന് പിന്നാലെ സ്പീഡ് കുറച്ച് പോകുമ്പോൾ അവൻ്റെ മനസ്സ് പല ചിന്തകളാൽ നിറഞ്ഞു. അവളുടെ വീടിൻ്റെ മുന്നിലുള്ള സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതും അവൻ കുറച്ച് കാർ ഒതുക്കി. അവൾ ഇറങ്ങി ഗേറ്റിലേക്ക് ഓടുന്നതും ടെൻഷൻ നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന അമ്മയെ കെട്ടിപ്പിടിക്കുന്നതും കണ്ട് ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അകത്തേക്ക് പോയി മറിഞ്ഞതും കണ്ണുകൾ തുടച്ച് ആദ്യ കാർ മുന്നോട്ടെടുത്തു. ഇതേ സമയം ആദിയുടെ മുറിയിൽ നടന്നതൊക്കെയും തൻ്റെ ലാപ്ടോപ്പിൽ കണ്ട് ഊറിച്ചിരിക്കുകയായിരുന്നു ദേവ്. ആദിയുടെ കൈ മുറിയുന്നതും രക്തം വരുന്നതും അവൻ രേണുകയെ വേദനിപ്പിക്കുന്നതും അവൻ ഹരത്തോടെ നോക്കിയിരുന്നു. കുറേ നേരം മുന്നോട്ടോടി ആദിയുടെ കാർ ബീച്ചിൻ്റെ അടുത്ത് നിന്നു. അവൻ ഇറങ്ങി മെല്ലെ നടന്നു. രാത്രിയായതോടെ അധികം തിരക്കില്ല. ഏറെ നേരം കടൽ നോക്കിയവൻ നിന്നു. തിരയടിച്ചുയരുന്നത് പോലെ തൻ്റെ ഉള്ളം പ്രക്ഷുബ്ധമായിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിഞ്ഞു. മുറിവെച്ച് തൻ്റെ കൈ അവൻ നിവർത്തി നോക്കി. അതൊട്ടും തന്നെ വേദനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരുടെ ചതി, അതിനേക്കാൾ വേദന മറ്റൊന്നിനും തരാനാകില്ല. ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകില്ല. കണ്ണിൽ ഓറിക്കൂടിയ 2 തുള്ളി കണ്ണീർ കടൽക്കാറ്റ് ഏറ്റുവാങ്ങി. തിരികെ നടന്ന് വണ്ടി മുന്നോട്ടെടുക്കാൻ നോക്കുമ്പോഴാണ് ഒരുപാട് മിസ്ഡ് കോൾ കണ്ടത്. ഏതോ ആണ്. കോൾ എടുത്തു. അപ്പുറം ഫോൺ എടുത്തു. അവളുടെ വേവലാതി നിറഞ്ഞ ശബ്ദം കാതിലേക്ക് വീണു. ആദി, അറിയോ? ഓക്കെ? എവിടെയായിരുന്നു നീ? 4-5 തവണ വിളിച്ചു ഞാൻ ഒന്ന് ബീച്ചിൽ നടക്കാനിറങ്ങിയതാ. വരാൻ കുറച്ച് ലേറ്റായി. രേണുക ഇന്നു മുതൽ ജോയിൻ ചെയ്തോ? നീ അവളോട് എല്ലാം പറഞ്ഞോ? ഇല്ല ഗീതു, അത് വേണ്ട. അവളുടെ ജീവൻ അപകടത്തിലാക്കേണ്ട എനിക്ക്. കുറച്ച് ദിവസം അവൾ എൻ്റെ മുന്നിൽ വേണം. അതാണ് അവൾക്ക് സുരക്ഷ. അത് കഴിഞ്ഞ് അവൾ പോകട്ടെ, സമാധാനമായ ജീവിതം കിട്ടട്ടെ. നീ നീ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാണാദി? അനാവശ്യമായ ഒരു എടുത്തുചാട്ടവും വേണ്ട. ആലോചിച്ചൊരു തീരുമാനമെടുക്കാം. നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. അവൻ്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഞാൻ പോണു ഗീതു, വീട്ടിൽ പോകണം. 2-3 ദിവസമായി. ചെറിയമ്മ ഒരുപാട് തവണ വിളിച്ചു. ഇന്ന് അങ്ങോട്ടേക്കാ. ശ്രദ്ധിച്ചു പോ. അവൾ ഫോൺ വെച്ച് പോയിട്ടും ആദ്യ 2 നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ കടുത്ത മുഖവുമായി അവൻ വണ്ടി ഓടിച്ചു പോയി. ക്ലീനിങ് ജോലിയുടെ കാര്യം സുലോചനെ അറിയിച്ചില്ലെങ്കിലും ഓഫീസിൽ ഒരുപാട് ജോലി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നവൾ അവരെ അറിയിച്ചു. ആകെ വിഷമത്തോടെ ഇരിക്കുന്ന അമ്മയെ അവൾ സമാധാനിപ്പിച്ചു. ഇതൊരു നല്ല കാര്യമല്ലേ അമ്മേ, ഈ ജോലിക്ക് തന്നെ കയറിയത്? എല്ലാവരുടെയും കണ്ണിൽ ഞാൻ കമ്പനിയെ ചതിച്ചു എന്നല്ലേ? എന്നാൽ അവിടെ തന്നെ ഞാൻ ജോലിക്ക് വീണ്ടും കയറി. അപ്പോൾ എന്തോ തെറ്റിദ്ധാരണ ആണെന്ന് ചിലരെങ്കിലും ചിന്തിക്കില്ലേ? അങ്ങനെ എനിക്ക് വേറെ ജോലിക്ക് പിന്നീട് കയറാമല്ലോ. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും ഇത് നല്ലതായി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ടും സുലോചനയുടെ മുഖം തെളിഞ്ഞില്ല. നമുക്ക് വേറെ വഴിയില്ലല്ലോ അമ്മേ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോട്ടെ. നല്ല ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രേണുവിനാകെ ക്ഷീണവും ഉറക്കവും തോന്നി. കിടന്ന പാടെ അവൾ ഉറങ്ങി. ഈ സമയം ദീപ്തിയും ദേവും പുതിയ പദ്ധതികൾ മെനയുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ആദിയുടെ ജീവിതത്തിൽ നീ കയറി പറ്റണം. രേണുക ഓഫീസിലുള്ള കാലം മുഴുവൻ നമുക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയില്ല. എന്താ ദേവിൻ്റെ ഉദ്ദേശം? ദീപ്തി അവനരികിലേക്ക് വന്നു. എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട്. നിനക്ക് ഈസിയായി അവൻ്റെ ജീവിതത്തിലേക്ക് എത്തിപ്പെടാം. സമയമാകട്ടെ, ഞാൻ പറയുന്നത് പോലെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. എടുത്തു ചാടി നീ ഒന്നും ചെയ്യുകയോ പറയുകയോ ചെയ്യരുത്. മനസ്സിലായോ? അവൾ സമ്മതം അറിയിച്ചു. അവളുടെ മനസ്സിൽ രേണുക പറഞ്ഞ വാക്കുകളായിരുന്നു. അതിപ്പോൾ പറഞ്ഞ ദേവ് പ്ലാൻ മാറ്റിക്കളയുമോ എന്നവൾ ഭയപ്പെട്ടു. താൻ കാരണം ആദി ദേവിലേക്ക് എത്തുമെന്നുള്ള സാഹചര്യം വന്നാൽ ഉറപ്പായും ദേവ് തന്നെ ഉപേക്ഷിക്കും. അത് പാടില്ല. അതിനു മുൻപേ തന്നെ ആദിയുടെ ഭാര്യയാകണം. അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ നേരെ വിരൽ ചൂണ്ടിയാലും ദേവിനെ ഒറ്റ കൊടുത്തെങ്കിലും തനിക്ക് രക്ഷപ്പെടണം. കണക്ക് കൂട്ടലുകളോടെ ദേവിൻ്റെ അടുത്തേക്കെത്തി ദീപ്തി അവനെ ഉണർത്താൻ ശ്രമിച്ചു. ഉള്ളിലെ മദ്യവും ദീപ്തി പകരുന്ന സുഖവും നിമിഷങ്ങൾ കൊണ്ട് ദേവിനെ വന്യമാക്കി. അവൻ്റെ അക്രമാസക്തമായ വന്യതയിൽ കിടന്നു പുളയുമ്പോൾ അവൾ അവനെ തന്നോട് ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് രേണുവിന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. വേറെ ഗ്രൂപ്പ് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് ആദിക്ക് നിർബന്ധമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ സ്റ്റാഫിനെല്ലാം രേണുവിൻ്റെ സഹായം വേണ്ടി വന്നു. ഓടി നടന്ന് തളർന്നവൾ ഉച്ചയോടെ മീറ്റിംഗ് തുടങ്ങി. ആ നേരത്ത് തൻ്റെ റൂമിൽ ഇരുന്ന് അവൾ വിശ്രമിച്ചു. ദീപ്തിയെ 2-3 തവണ കണ്ടെങ്കിലും അവൾ പാടെ അവഗണിച്ചിരുന്നു. തനിക്ക് നേരെ ഉയർന്ന ആരോപണത്തിൽ ഉറപ്പായും ദീപ്തിക്ക് പങ്കുണ്ടെന്ന് രേണുവിന് മുമ്പേ തോന്നിയിരുന്നു. അല്ലെങ്കിൽ ആദ്യയുടെ കമ്പനിയുടെ ശത്രുക്കളായി കാറിൽ വരേണ്ട ആവശ്യം ദീപ്തിക്കില്ലല്ലോ. പക്ഷേ ആദ്യയുടെ അമ്മയുടെ ബന്ധുവാണ് ദീപ്തി. സാറിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് മുമ്പൊരിക്കൽ സൗമ്യ ചേച്ചി പറഞ്ഞത് അവൾ ഓർത്തു. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രൊജക്റ്റ് ഒറ്റുകൊടുക്കുമോ? ഇനി വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമോ? അവൾ ആലോചനയോടെ ഇരുന്നു. പെട്ടെന്നാണ് രേണുകയുടെ മനസ്സിൽ അന്ന് ഇവിടെ നിന്നും ഒരു ബട്ടൺ കിട്ടിയത് ഓർമ്മ വന്നത്. താൻ അത് എവിടെയോ സൂക്ഷിച്ചു വെച്ചു. എവിടെയാണെന്ന് ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ദീപ്തിക്കാരോ കൂട്ടാളി ഉണ്ടെന്നത് വ്യക്തമാണ്. ഒരുപക്ഷെ ആ ബട്ടൻ്റെ ഉടമസ്ഥനായിരിക്കും. അല്ലാതെ അവൾക്ക് ജനൽ വഴി കയറി ഫയൽ എടുക്കാനൊന്നും പറ്റില്ല. അതൊരു പുരുഷനായിരിക്കും. ആരായിരിക്കും ദീപ്തിയെ സഹായിക്കുന്നത്? ഓഫീസിലകത്തുള്ളവർ ആരെങ്കിലും ആയിരിക്കുമോ? അവൾ ആരോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നത് താൻ കണ്ടിട്ടില്ല. ആദിക്ക് ഇക്കാര്യത്തിൽ സൂചന കൊടുക്കണമേ എന്നൊരു നിമിഷം അവൾ ആലോചിച്ചു. താൻ എപ്പോൾ വേണമെങ്കിലും ഈ ജോലി വിട്ടു പോകാം. അതിനുശേഷവും അവന് നേരെ ഇതേ പ്രശ്നമുണ്ടാകാം. ആദ്യം ഉപദ്രവിക്കാൻ വരെയും ശ്രമിച്ചെന്ന് വരാം. ആ ആലോചനയിൽ തന്നെ അവൾക്ക് എന്തോ പേടി തോന്നി. 2 മണിക്കൂർ കഴിഞ്ഞതോടെ മീറ്റിംഗ് കഴിഞ്ഞു. അതോടെ സ്റ്റാഫിനോട് വീട്ടിലേക്ക് പോകാൻ ആദ്യം പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. മണി 4 ആകുന്നതേ ഉള്ളൂ. തനിക്ക് എന്തായാലും പോകാനുള്ള അനുമതി കാണില്ല. അവൾ മീറ്റിംഗ് റൂമിലേക്ക് ചെന്നു. കസേരകളെല്ലാം അലങ്കോലമായി കിടപ്പുണ്ട്. അവളെല്ലാം ശരിയാക്കിയിട്ട് റൂം ക്ലീൻ ചെയ്തു. ബാക്കി സ്ഥലങ്ങൾ കൂടി ചെയ്തു വന്നപ്പോഴേക്കും 6 മണിയായിരുന്നു. ഇനി തനിക്ക് പോകാമോ എന്ന ചിന്തയോടെ അവൾ ഇരുന്നു. ആദ്യ റൂമിൽ നിന്നും കാണാനില്ല. അവൾ പയ്യെ അങ്ങോട്ടേക്ക് ചെന്നു. 2-3 തവണ മുട്ടിയിട്ടും പ്രതികരണം ഉണ്ടായില്ല. അവൾ പതിയെ അകത്തേക്ക് കടന്നു. ചെയറിൽ ചാരിയിരുന്ന് ഉറങ്ങുന്ന ആദി. അവന് ഒട്ടും റെസ്റ്റ് ഇല്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. എന്തുകൊണ്ടോ അവൻ്റെ ഉറക്കത്തിന് ഭംഗം വരുത്താൻ അവർ ആഗ്രഹിച്ചില്ല. അവൾ വെളിയിലേക്ക് ഇറങ്ങി. വെറുതെ ഓരോന്നും നോക്കി അവൾ ഇരുന്നു. കുറച്ചു കഴിഞ്ഞതും ആദിക്ക് വേണ്ടി ഫുഡ് കൊണ്ട് ഡെലിവറി ബോയ് പോകുന്നത് കണ്ടു. അവൻ എഴുന്നേറ്റ് കാണുമെന്ന് അവൾക്ക് മനസ്സിലായി. ഭക്ഷണം കഴിച്ചിട്ട് ചെന്ന് ചോദിക്കാമെന്ന് കരുതി അവൾ ഇരുന്നു. 1/2 മണിക്കൂർ ശേഷം അവൾ അങ്ങോട്ടേക്ക് ചെന്നു. അകത്തേക്ക് ചെല്ലാൻ അവൾ വിളിച്ചു. സർ, ഞാൻ പോയിക്കോട്ടെ. ഇന്ന് നേരത്തെ സ്റ്റാഫ് എല്ലാം പോയി. നെറ്റി ചുളിച്ച് അവൻ 2 നിമിഷം അവളെ നോക്കി. പിന്നെ തലയാട്ടി അനുവാദം കൊടുത്തു. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ മുഖത്ത് ആഹ്ലാദം തെളിഞ്ഞു. അവൾ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. വാതിലിനരികിൽ എത്തിയവൾ പെട്ടെന്ന് നിന്നു. പിന്നെ അവന് നേരെ തിരിഞ്ഞു. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നർത്ഥത്തിൽ അവൻ അവളെ നോക്കി. അത് അന്നത്തെ ഫയൽ കാണാതെ പോയ പ്രശ്നം. രേണുക, അവൾ പറഞ്ഞു മുഴുപ്പിച്ചില്ല. അവൻ ചാടി എഴുന്നേറ്റലറി. അവൾ ആകെ ഞെട്ടി. അവൻ കാറ്റുപോലെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അവളുടെ കൈ പിടിച്ച് തന്നോട് ചേർത്ത്. ഒരു വാക്കുപോലും അതിനെപ്പറ്റി മിണ്ടരുത് നീ. അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ മുറുകിക്കൊണ്ടിരുന്നു. വേദന കൊണ്ടവൾ പുളഞ്ഞു. എങ്കിലും അവൾക്ക് തോന്നിയ കാര്യം അവനോട് പറയണം എന്നവൾക്ക് തോന്നി. ആദ്യമാകെ പരിഭ്രമിച്ചു പോരുന്നു. റൂമിൽ ക്യാമറയോ റിക്കാർഡോ ഉണ്ടെന്ന് ഉറപ്പായും അവനറിയാമായിരുന്നു. രേണുകയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടെന്ന രീതിയിലുള്ള സംസാരം അവളുടെ ജീവനെ ആയിരിക്കും ബാധിക്കുന്നത്. സർ, ഞാൻ പറഞ്ഞത് ദീപ്. അവൾ പറഞ്ഞു തുടങ്ങിയില്ല. അതിനു മുമ്പേ ആദ്യം ഒട്ടാകെ അവളെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു. രേണുകയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് ഒരു നിമിഷം മനസ്സിലായില്ല. ഇതളുകൾ മാറി മാറി ഭ്രാന്തമായി അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ വാക്കുകൾ ഒട്ടാകെ അവൻ വീഴുങ്ങി. രേണുക കുതറിപ്പിടഞ്ഞു. കുതറി മാറുന്നവളെ വലിച്ചടുപ്പിച്ച് ഭ്രാന്തമായി ആദ്യ ചുംബിച്ചു കൊണ്ടിരുന്നു. അവൾ തന്നാലാകും വിധം പ്രതിരോധിച്ച് തളർന്നു. ആദ്യം അവളിൽ നിന്നും അകന്നു മാറി. അവൾ കുഴഞ്ഞ നിലത്തേക്കിരുന്നു. ഇനി മേലാൽ എന്നോട് അന്നത്തെ കാര്യം ഓർമ്മിപ്പിക്കരുത് നീ. കൊന്നുകളയും ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. നിന്നെ ഇവിടെ ജോലിക്ക് എടുത്ത് എന്ന് കരുതി എനിക്ക് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്നോ വീണ്ടും നിനക്ക് എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാമെന്നോ കരുതരുത്. ഇതെൻ്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. അവൻ അവൾക്ക് നേരെ മുരണ്ടുകൊണ്ട് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിന്ന് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും തീ പാറുകയാണെന്ന് അവന് തോന്നി. നീ ആരെയാടി നോക്കി പേടിപ്പിക്കുന്നത്? കൂടുതൽ വിളച്ചിലെടുത്ത ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ചെവിയുടെ അടുത്തേക്ക് മുഖം താഴ്ത്തി. അന്ന് നിന്നെ ആ ബെഡ്റൂമിൽ കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് നിന്നോട് സ്നേഹമായിരുന്നു. എന്നാൽ ഇപ്പം അതില്ല, വെറുപ്പ് മാത്രം. ഇനിയൊരു തവണ കൂടെ എൻ്റെ പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഒരിക്കൽ കൂടി ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പിന്നെ നീ നേരെ ചൊവ്വേ. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ രേണുവിൻ്റെ കൈ അവൻ്റെ കവിളിൽ ശക്തമായി പതിച്ചു.
അവനെ പിന്നോട്ട് തള്ളി മാറ്റി നിർത്തി ഒരു തവണ കൂടി അവൾ ആഞ്ഞടിച്ചു. ഇനി മേല എൻ്റെ ദേഹത്ത് കൈ വെക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ആലോചിക്കണം. ഡി പല്ല് ഞെരിച്ചവൻ വിളിച്ചു. എന്നെ അടിക്കാൻ മാത്രം നീ വളർന്നോ? അടിക്കാനോ? ഇനി എൻ്റെ ദേഹത്ത് കൈവച്ച കൊല്ലും ഞാൻ നിങ്ങളെ. ആ ഒരു ഭാവത്തിൽ രേണുവിനെ ആദ്യം കാണുകയായിരുന്നു ആദി. ഇനി മുതൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ രണ്ടാമത് വന്നത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കാനൊന്നുമല്ല, ആ നോട്ടീസിൻ്റെ പേരിൽ മാത്രമാണ്. പക്ഷേ ഇനി ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയാണ്. എനിക്കറിയണം എന്നെ ആരാ ചതിച്ചതെന്ന്. എന്ത് വില കൊടുത്തും ഞാൻ അന്വേഷിച്ചിറങ്ങും. എന്നിട്ട് ആരാണ് എന്നെ ചതിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നത് അവരുടെ മുഖംമൂടി ഞാൻ വലിച്ചു കീറും. അത് കണ്ടുപിടിക്കുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. നിങ്ങളിനി എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയാലും ഞാൻ അത് കണ്ടുപിടിച്ച് അടങ്ങും. പിന്നെ ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുള്ളതിൻ്റെ 1000 മടങ്ങ് ഞാൻ നിങ്ങളെ വെറുക്കുന്നു. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ അവിശ്വസിക്കില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിലും ഒന്ന് കേൾക്കുമായിരുന്നു. ഇവിടെ വരുമ്പോഴും നിങ്ങൾക്കൊരിക്കലും ഇനി ചതി പറ്റരുതേ എന്ന് വിചാരിച്ചു. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. ഇപ്പം ഞാൻ പോണു, അത് പറയാൻ വേണ്ടി വന്നതാ. ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് രേണുക അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ആദ്യം ആകെ തളർന്നു. അവൾക്ക് പിന്നാലെ അവനും ഇറങ്ങി. ഗീതുവിൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവൻ എത്തിയത്. ആകെ ക്ഷീണിച്ച മട്ടിലുള്ള അവൻ്റെ മട്ടും ഭാവം കണ്ടവൾ അമ്പരന്നു. എന്താടാ, എന്തു പറ്റി? നിനക്ക് വയ്യേ? ഒന്നും മിണ്ടാതെ ഗസ്റ്റ് റൂമിൽ കയറിയവൻ കിടന്നു. ചായ ഇട്ടുകൊണ്ട് അവൾ വരുമ്പോഴേക്കും അവർ നന്നായി ഉറങ്ങിയിരുന്നു. ശല്യപ്പെടുത്താതെ അവൾ ഡോർ പതിയെ ചാരി. 1/2 മണിക്കൂർ കഴിഞ്ഞതും അവൻ എഴുന്നേറ്റു. ചായയും കഴിക്കാനും ഗീതു എടുത്തു. ഇനി പറ, എന്താ പറ്റിയേ? നടന്ന കാര്യങ്ങളെല്ലാം ആദ്യം അവളെ അറിയിച്ചു. ഗീതു അവൻ പറഞ്ഞതെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു. നീ ചെയ്തതൊട്ടും ശരിയായില്ലാതെ. ഇങ്ങനെയാണോ അവളോട് പെരുമാറേണ്ടത്? അവളല്ല ഏത് പെൺകുട്ടിയോടായാലും വളരെ മോശമാണ്. നീയെല്ലാം രേണുവിനോട് പറ. പ്രൊജക്റ്റ് തട്ടിയെടുത്തതും അവളുടെ അച്ഛനെ കൊലപ്പെടുത്തിയതും ഇനി നിന്റെ ജീവൻ്റെ പുറകെ നടക്കുന്നതും ദൈവം അവൻ്റെ കൂട്ടാളി ദീപ്തിയുമാണെന്ന് പറ. അവൻ വിലങ്ങനെ തലയാട്ടി. ഇതൊക്കെ രേണു അറിഞ്ഞതുകൊണ്ട് എന്ത് മാറ്റം സംഭവിക്കാനാണ്? ഇനി അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ എനിക്ക് കഴിയില്ല ഗീതു. ഞാൻ കാരണമല്ലേ അവളുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. എന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഈ സ്ഥാപനത്തിൽ അവൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. നീയൊന്നും ചെയ്തില്ലല്ലോ ആദി. സ്വയം കുറ്റപ്പെടുത്തുന്ന അവനെ ഗീതു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ് ഗീതു. എനിക്കതിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല. അവളെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ശത്രു ആരാണെന്ന് അവൾക്കറിയില്ല. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോയി വല്ല അപകടത്തിലും ചെന്ന് ചാടിയാലോ? തൻ്റെ ഉള്ളിലെ ആശങ്ക ഗീതു മറച്ചു വെച്ചില്ല. ആദിക്ക് തന്നോട് അവൾ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്തു വന്നാലും അവരുടെ പുറകെ ഇറങ്ങിത്തിരിക്കും എന്നാണ് പറഞ്ഞത്. ദേവിനോ ദീപ്തിക്കോ എന്തെങ്കിലും സംശയം തോന്നിയാൽ രേണുവിൻ്റെ ജീവൻ ആപത്താണ്. ആ ഓർമ്മയിൽ അവൻ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെ ആരൊക്കെയോ വിളിച്ച് രേണുവിൻ്റെ സുരക്ഷ ഏർപ്പാടാക്കി. ഗീതു എല്ലാം കേട്ട് നിശബ്ദയായി നിന്നതേയുള്ളൂ. നിന്നെ കഴിഞ്ഞൊരു രക്ഷാകവചം അവൾക്ക് കിട്ടാനില്ലാതെ. അതൊക്കെ പോട്ടെ, ദേവിൻ്റെയും ദീപ്തിയുടെയും കാര്യത്തിൽ എന്താ നിൻ്റെ തീരുമാനം? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചെറിയമ്മയെ ഓർത്താണ് ഞാൻ അവനെ വെറുതെ വിട്ടേക്കുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അത് തീരുമാനമെടുക്കണം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ 2 പേരും അനുഭവിക്കണം. അവിടെ എനിക്ക് രക്തബന്ധം നോക്കാനില്ല. ചെറിയമ്മയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. കുഞ്ഞിലെ മുതൽ എല്ലാ സൗകര്യത്തിനും ദേവിനേക്കാൾ എന്നെയാണ് പരിഗണിച്ചിരുന്നത്. ചെറിയമ്മ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ആയതെന്ന് ചെറിയമ്മ പറയുള്ളൂ. എനിക്കറിയാം. ചെറിയമ്മയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ചിന്തിക്കരുത് ആദി. കൊടും ക്രിമിനലാണ് ദേവ്. നിന്റെ റൂമിലെ ക്യാമറയിൽ കൂടി അവനെല്ലാം കണ്ട് രസിക്കുകയായിരിക്കും. അവനെ ഇങ്ങനെ വിലസാൻ അനുവദിക്കരുത്. മറ്റുള്ളവരുടെയും കൂടി ജീവന ആപത്താണ്. ഏറിയ ഒരു 2 ആഴ്ച, അതിനുള്ളിൽ അവനെ ഞാൻ പൂട്ടിയിരിക്കും. ഗീതു കൂടെ നിശ്ചയത്തോടെ പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റു. ശൈലജ ഒരുപാട് നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ആദിയുടെ കാർ ഗേറ്റ് കടന്ന് കയറി വരുന്നത് കണ്ടവർ സന്തോഷത്തോടെ എഴുന്നേറ്റു. എന്തിനാ ചെറിയമ്മേ ഉറക്കം വിളിച്ച് കാത്തിരുന്നേ? ഞാൻ ഇനിയുള്ള 2 ദിവസം ഇവിടെ തന്നെ വരുമല്ലോ. ആദ്യ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചു. പക്ഷെ അവൻ്റെ കോലം കണ്ട് അവരുടെ മുഖത്തെ സന്തോഷം കേട്ടു. പാറിപ്പറന്ന് കിടക്കുന്ന മുടിയിഴകളും ഉറക്കമില്ലാത്ത രീതിയിൽ വീർത്തു നിൽക്കുന്ന കൺപോളകളും എല്ലാം കൂടി അവനെ ഒരു രോഗിയെ പോലെ ആക്കി മാറ്റിയിരുന്നു. നീ ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ലേ ആദി? എന്താ നിന്റെ കോലം? ഇങ്ങനെ പോയതൊക്കെ പോട്ടടാ. അച്ഛനൊരു വിഷമവും ഇല്ല, എനിക്കറിയാം അദ്ദേഹത്തെ.
നിന്റെ പരിശ്രമമൊക്കെ അദ്ദേഹം കണ്ടു കാണും. അതുകൊണ്ട് ഒരു പരിഭവം വരില്ല. വെറുതെ നിന്റെ ആരോഗ്യം കളയരുത് മോനെ. ദേവിനെ അറിയാമല്ലോ, ഒരു ശ്രദ്ധയുമില്ലാത്ത ചെക്കനാണ്. നീ വേണം അച്ഛൻ്റെ പാത പിന്തുടർന്ന് പോകാൻ. അവൻ ഇതിലൊന്നും ഒരു ശ്രദ്ധ വയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഒന്നും മിണ്ടാതെ അവർ പറയുന്നത് കേട്ട് അകത്തേക്ക് നടന്നു. പോയി കുളിച്ചു വാ, ചോറെടുത്ത് വയ്ക്കാം. നീ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലേ, ഞാൻ കഞ്ഞിയാണ് പതിവ്. ദേവ് പുറത്തുനിന്നൊക്കെയാ ഭക്ഷണം. ഇപ്പോൾ വരാൻ ചെറിയമ്മേ. അവൻ മുറിയിലേക്ക് നടന്നു. ബെഡിലേക്ക് മലർന്നു വീണു. കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. ഇത് തുടർന്നാൽ അച്ഛൻ വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ സാമ്രാജ്യം തകരും. ചെറിയമ്മ പറഞ്ഞതുപോലെ എൻ്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കണം. ഇതേ സമയം തൻ്റെ റൂമിൽ ആദിയുടെ പ്രവൃത്തി ഓർത്ത് കരയുകയായിരുന്നു രേണു. അത്രയേറെ അവൻ തന്നെ അപമാനിച്ചിരിക്കുന്നു. തന്നെ ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത അവനോട് അവൾക്ക് അമർഷം തോന്നി. കണ്ണുകൾ തുടച്ചവൾ എഴുന്നേറ്റു. ഇനി ഒരിക്കലും അവനെ ഓർത്ത് താൻ കരയില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വലിച്ചിട്ടവരെ കണ്ടുപിടിക്കണം. അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അലമാരയിൽ വെച്ചിരുന്ന ചെറിയൊരു ഹാൻഡ് ബാഗ് എടുത്തു. അതിനുള്ളിൽ ഉണ്ടായിരുന്ന ബട്ടൺസ് എടുത്ത് അവൾ നോക്കി. നല്ല വലിപ്പമുള്ള ഒരു ബട്ടൺ. എന്തായാലും സാധാരണ ഒരു ഷർട്ടിൻ്റെ അല്ല. ഈ പല പല കളറിൽ ഏതോ ഒരു ഡ്രസ്സ് താൻ കണ്ടിട്ടുണ്ട്. ആരെയാണ് എന്നവൾക്ക് ഓർമ്മ വന്നില്ല. ദീപ്തി, ഇത്തവണ നിന്റെ മിടുക്ക് പോലെയാണ് കാര്യങ്ങൾ. പുറത്തു നിന്നുള്ള കളിക്ക് മാത്രമേ എനിക്ക് പറ്റൂ. ബാക്കിയൊക്കെ നിന്റെ പ്രകടനം പോലെയാണ്. ഒരു പിഴവും സംഭവിക്കരുത്, മനസ്സിലായോ? നാളെ തന്നെ നമ്മുടെ പ്ലാൻ പ്രകാരം എല്ലാം നടക്കണം. ഞാനെല്ലാം അറേഞ്ച് ചെയ്തു വരാം. അവൾ തലയാട്ടി സമ്മതിച്ചു. നാളെ മുതൽ താൻ ആദിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. താൻ ഒരുപാട് ആഗ്രഹിച്ച ജീവിതം. അവൾക്കാകെ ഒരു ഉന്മാദം തോന്നി.